ഹലോ, ഇന്ന് നമുക്ക് സ്കൂളിലേക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മാർജിൻ ഐഡിയാസ് നോക്കാം. അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മാർജിൻ ബോർഡർ ഐഡിയാസ് ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ ഇതുപോലെ സിമ്പിളായിട്ട് കുറച്ച് ഫ്ലവേഴ്സ്, ഒരു 5-6 ഫ്ലവേഴ്സ് 2 കോർണറിലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് യെല്ലോ കളർ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കുക. പിന്നെ നമ്മളെ ബോർഡർ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് വരക്കുന്നത്. സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നവർക്ക് അങ്ങനെയും വരയ്ക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ ഡിസൈൻ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അടുത്ത നമുക്ക് രണ്ടാമത്തെ മാർജിൻ ഐഡിയ നോക്കാം. അതും ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ്. ഇപ്പോൾ ആൽക്കഹോൾ മാർക്കേഴ്സൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്കെച്ചോ പെൻസിൽ കളേഴ്സോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. 2 കോർണേഴ്സിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ആദ്യം വരച്ച കളർ അത്ര കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഗ്രീൻ കളർ കൊണ്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ട് നമ്മുടെ സാധാ യൂസ് ചെയ്യുന്ന പെൻ വെച്ചിട്ട് ആ ഫ്ലവേഴ്സിനൊന്ന് ബോർഡർ വരച്ചു കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. കൈ വരക്കണോണ്ട് തന്നെ ഇത് വരക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ രണ്ടാമത്തെ മാർജിൻ ഐഡിയ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ നോക്കാം. അടുത്ത് നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. എന്നിട്ട് 2 സൈഡിലും ഇതുപോലെ കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ കളർ ചെയ്തെടുക്കുക. ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ മാർജിൻ വരച്ചു കൊടുക്കുക. അത് ഇതുപോലെ ഡോട്ടഡ് ലൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത്. അത് എല്ലാ സൈഡിലും ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഡിസൈൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. ഇനി നമുക്ക് നാലാമത്തെ ഡിസൈൻ നോക്കാം. അത് നമ്മൾ ഇതേപോലെ ഒരു മാർക്കർ എടുത്തിട്ട്, ഇപ്പോൾ നിങ്ങളിൽ ആൽക്കഹോൾ മാർക്കർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാ മാർക്കർ യൂസ് ചെയ്താൽ മതി. ഇതുപോലെ 2 കളർ സെലക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ 3ഓ 4ഓ എത്ര വേണമെങ്കിലും കളർ എടുക്കാം. അതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ബോർഡർ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ. ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ മുകളിൽ കൂടെയും താഴത്തു കൂടെയും വരുന്ന പോലെ ഇങ്ങനെയൊന്ന് കുറച്ച് ലൈൻസ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതും വരയ്ക്കാൻ സിമ്പിളാണ്, എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹാർട്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹാർട്സ് വരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി. നമ്മൾ ആ ബ്ലാക്ക് ലൈൻസ് വരച്ചില്ലേ, അവിടെ വെച്ചിട്ടായാലും നമുക്ക് നിർത്താം, എന്നാലും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതും വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഹാർട്സ് വരച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയും കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അതിന് നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് 4 സൈഡിലും ബോർഡർ വരച്ചു കൊടുക്കുക. ബോർഡർ വരയ്ക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആ സ്പേസിൽ ഡിസൈൻ വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വരച്ച ഒരു സൈഡിൽ സ്പേസ് കുറവായിരുന്നു. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വരച്ചാൽ മതി, കാരണം ആ സൈഡിൽ നമുക്ക് കുറച്ച് ഡിസൈൻസ് വരയ്ക്കാനുള്ളതാണ്. ഇതുപോലെ കുറച്ച് കൗ പ്രിൻസ് ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അതുപോലെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുത്താൽ ഭംഗിയുണ്ടാവും. എനിക്കിപ്പോൾ പെട്ടെന്ന് ബ്ലൂ അടിക്കാനാണ് തോന്നിയത്, അപ്പോൾ ഞാൻ ബ്ലൂ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിൽ വെച്ചിട്ടായാലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡിസൈൻ ഐഡിയ ആണ്. നമ്മളിപ്പോൾ പലരും അതേ സ്കൂളിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കുള്ളൂ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജൊക്കെ ചെയ്യാറ്. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിസൈൻ ഒന്നും കിട്ടാത്ത സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യാം, പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈൻസും ആണ്. അപ്പോൾ ഈ മാർജിനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാർജിൻ ഏതാണെന്ന് നോക്കാം. അടുത്തതും വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കുക. ബോർഡർ വരച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഇല്ലേ, അത് നമ്മൾ ഇതുപോലെ ഇടയിലിടയിലായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാ ഫ്ലവേഴ്സിനെയും ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഗ്യാപ്പിട്ട് വരയ്ക്കുന്നവർക്ക് അങ്ങനെ വരയ്ക്കാം, അല്ല ഫില്ല് ചെയ്ത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ ഇതേപോലെ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ 2 കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇടയിലിടയിൽ അടിക്കാനായിട്ട്. അപ്പോൾ ബ്ലൂവും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിതുപോലെ എത്ര കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. കളർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്ക് കളർ വെച്ചിട്ട് ഇതുപോലെ ഇടയിലിടയിലൊന്ന് കുറച്ച് ഡോട്ട്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർജിൻ ഐഡിയയും നല്ല അടിപൊളി ഡിസൈനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാർജിൻ ഐഡിയ ഏതാണെന്ന് നോക്കാം. അടുത്ത നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ലൈറ്റ് കളേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പേസ്റ്റൽ കളേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റൽ കളേഴ്സ് ഇല്ലെങ്കിൽ
പേസ്റ്റൽ കളേഴ്സ് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്രയോൺസോ പെൻസിൽ കളേഴ്സോ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് വട്ടം വരച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. അതിന് കുറച്ച് ഇലകളും വരച്ചു കൊടുക്കുക. ഞാൻ പറയണ മൊത്തം തെറ്റാണ്, അങ്ങനെ ഞാൻ കുറേ നേരമായി റീടേക്ക് എടുത്ത് പോണു. എന്നിട്ട് ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. അതിന് കുറച്ച് ലീവ്സും വരച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ 2 ലൈൻ വെച്ചിട്ട് നമ്മുടെ ബോർഡർ കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ ദാ ഈ ഒരു ഡിസൈനും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. ഇത് കുറച്ച് പണിയുള്ള ഡിസൈനാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. അതിന് കുറച്ച് ലീവ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ക്ലൗഡൊക്കെ വരയ്ക്കില്ലേ, അതുപോലെ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുക. എല്ലാതും ഒരേ സൈസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറുതും വലുതൊക്കെ ആയിട്ട് ഇങ്ങനെയൊന്ന് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ വരച്ചതിൻ്റെ മുകളിൽ കൂടെ ഗ്രീനോ നമുക്കിഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ചെടി ആയതുകൊണ്ടാണ് ഗ്രീൻ വരയ്ക്കുന്നത്. നമ്മളിപ്പോൾ സ്കൈ തീമൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലൂ വരച്ചു കൊടുക്കാം. ബോർഡർ ഫുള്ള് ഗ്രീൻ കൊണ്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്ലവേഴ്സിനൊന്ന് കളർ അടിച്ചു കൊടുക്കുക. ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കഴിയുന്ന ഡിസൈനാണ്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്തത് ഇതുപോലെ കുറച്ച് ടുലിപ്സ് ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ടുലിപ്സ് വരയ്ക്കാൻ അറിയാത്തവർ ഇതുപോലെ നോക്കി വരച്ചാൽ മതി. എന്നിട്ട് കുറച്ച് ഇലയും പൂവും ഒക്കെ വരച്ചു കൊടുക്കുക. സൈഡിലായിട്ട് ഇങ്ങനെയൊന്ന് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രമാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. ബാക്കിയുള്ള സൈഡിൽ ഇതുപോലെ കുറച്ച് വളഞ്ഞ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ടുലിപ്സിനൊന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നാണ് കഴിയുന്നത്. നിങ്ങൾക്കിതിൽ ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്ത ഡിസൈൻ ഞാൻ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വട്ടമല്ല സെമി സർക്കിൾ വരച്ചിട്ട് ഇതേപോലെ ഒന്ന് കളർ അടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒരു ഔട്ടർ ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു 3D പോലെ തോന്നും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഡോട്ടഡ് ലൈൻസ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഡോട്ടഡ് ലൈൻസും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. സ്കെയിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്ത ഡിസൈനാണ് എൻ്റെ ഫേവറേറ്റ് വൺ. ഇത് നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് അതിനൊന്ന് കളർ ചെയ്തെടുക്കുക. പല ഷേപ്പിൽ വരയ്ക്കാം. അങ്ങനെ ഒരു ബോർഡർ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇപ്പോൾ പല ഷേപ്പിൽ ഇങ്ങനെയൊന്ന് വരച്ചിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ഇന്ന ഷേപ്പൊന്നൊന്നുമില്ല, ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈനാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ സ്ഥിരം ലീഫ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു കളറിൽ ലീഫ് വന്നപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ ഇടയിലിടയിൽ നമ്മൾ കുറച്ച് ലീവ്സൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ച് ലീവ്സൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ മാർജിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അടുത്ത മാർജിൻ ഡിസൈൻ നോക്കാം. അടുത്ത ഡിസൈൻ വളരെ പെട്ടെന്ന്, അതായത് ഒട്ടും സമയമില്ലാത്ത നേരമാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജ് ഐഡിയ ആണ്. 3 സൈഡിൽ നമ്മൾ നേരെ ലൈൻ വരച്ചു കൊടുക്കുക. പിന്നത്തെ സൈഡിൽ ഇതേപോലെ വളഞ്ഞിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് ലീവ്സ് വരച്ചു കൊടുത്തിട്ട് അതിനൊന്ന് കളർ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കാണിക്കുന്ന എല്ലാം സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്, എന്നാലും അതിലും കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളതാണ് ഞാനിങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മാർജിൻ ഐഡിയ നോക്കാം. അടുത്തത് ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ബോർഡർ വരച്ചു കൊടുത്തിട്ട് കുറച്ച് ഗ്രിഡ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. ലൈറ്റ് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്തത് കുറച്ച് ഡാർക്ക് ആയെന്നൊരു സംശയമുണ്ട്. എന്നാലും ഇതുപോലെ നമ്മൾ ഗ്രിഡ് ലൈൻസ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ആ ബോർഡർ വരച്ചതിൻ്റെ ഉള്ളിലായിട്ടാണ് വരയ്ക്കേണ്ടത്. ഇതുപോലെ ഫുള്ളായിട്ട് 4 സൈഡിലും ഒന്ന് വരച്ചു കൊടുക്കുക. ഇതും അത്യാവശ്യം കുഴപ്പമില്ല, കാണാൻ രസമൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് വരച്ച് കഴിയുമ്പോൾ നല്ല രസമുണ്ട്. ലൈറ്റ് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്ത ഡിസൈൻ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇതും വളരെ സിമ്പിളാണ്. ഇതുപോലെ 4 സൈഡിലൊന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മുടെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ഹാർട്ട്സ് വരച്ചു കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ, വേറെ ഡിസൈൻസ് ഒന്നുമില്ല. ഇതന്നെ ഫുള്ളായിട്ടൊന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? വളരെ ഈസി അല്ലേ? നിങ്ങൾക്കിതിൽ ഏതൊക്കെയാണ് ഈസി ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയട്ടോ. അടുത്തത് കുറച്ച് ക്യൂട്ടാണ്. നമ്മുടെ സ്ട്രോബെറി ആണ് വരയ്ക്കുന്നത്. ഇതുപോലെ ഒരു 3-4 സ്ട്രോബെറി ഒരു സൈഡിൽ വരച്ചു കൊടുക്കുക.
അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ തന്നെ ഒരു 3-4 സ്ട്രോബെറി വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് വളഞ്ഞ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് എന്നിട്ട് നമ്മളെ സ്ട്രോബെറീസിനൊന്ന് കളർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ മാർജിൻ ഐഡിയയും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കളർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തപ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഡിസൈന് നമ്മുടെ സാധാ യൂസ് ചെയ്യണ പെൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് മഷ്റൂംസ് വരച്ചു കൊടുക്കുക. അതും ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു 3 വെച്ച് വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇതേപോലെ മാർജിൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മുന്നേ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ ഇല്ലേ, ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് അതുപോലെ നമ്മുടെ പെൻ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മഷ്റൂംസിനൊന്ന് കളർ ചെയ്തെടുക്കുക. ഇവിടെ കളർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ എങ്കില്ലെങ്കിൽ ഇതുപോലെ ഒരു റൗണ്ട് ആദ്യം വരച്ചു കൊടുത്തിട്ട് പിന്നെ റെഡ് കളർ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ഇങ്ക് യൂസ് ചെയ്യണതിന് പകരം നമുക്ക് അങ്ങനെ കളർ അടിക്കേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് മഷ്റൂംസിന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്ത ഡിസൈൻ ഇതുപോലെ ഉള്ളിലേക്ക് കുറച്ച് നീക്കിയിട്ട് നമ്മുടെ ബോർഡർ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സൈഡിൽ ഇതുപോലെ കുറച്ച് സ്റ്റാർസ് വരച്ചു കൊടുക്കുക. 2 കോർണേഴ്സിലാണ് ഞാനിതുപോലെ വരക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാർസൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. ഇത് നമ്മൾ ഇടയിലായിട്ട് കുറച്ച് സ്റ്റാർസ് ആദ്യം വരച്ചു കൊടുക്കുക നമുക്കിഷ്ടമുള്ള കളറിൽ. എന്നിട്ട് നമ്മുടെ മാർജിൻ ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക. ആദ്യം ഞാൻ ഒരു ലൈനാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ടും നമ്മൾ ഡോട്ടഡ് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ഒരു ഡിസൈൻ വരച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് വരയ്ക്കാനും ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ബോർഡർ വരച്ച് കൊടുത്തിട്ട് 2 സൈഡിലും ഇതേപോലെ ഡോട്ടഡ് ലൈൻസ് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഡോട്ടഡ് ലൈൻസ് ആണ് ഈ ഡിസൈനിന് ഭംഗി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്തത് ഇതേപോലെ ഒരു ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ 2 സൈഡിലേക്കായിട്ട് നമ്മൾ ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചിട്ട് അതിനൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നത് തന്നെയാണ്. 2 കോർണേഴ്സിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ലീവ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. അങ്ങനെ ലീവ്സിനെല്ലാം കളർ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബോർഡർ ഒരു ലൈറ്റ് പിങ്ക് കളർ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ബോർഡർ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഉള്ളിൽ 2 ലെയറായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് വരച്ചാൽ മതി. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് വരക്കുന്നത്. ഇതേപോലെ ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മാർജിനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് ഡിസൈനാണ്. ഇത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ആദ്യം തന്നെ കുറച്ച് വളഞ്ഞ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വട്ടം അങ്ങനത്തെ പല ഷേപ്പുകളൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബോർഡർ ഒന്നും കൂടെ ഒന്ന് നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ വേറൊരു കളർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ ഈ ഒരു ഡിസൈനും കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മളൊരു 20 മാർജിൻ ഐഡിയാസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാതും നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അസൈൻമെൻറ്റ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു ഡിസൈൻസ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒരു 10-20 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കണ്ടവരാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.